എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. അതിനു മുമ്പായിട്ട് എന്താണ് സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുൻപ് ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ച കോൺട്രാക്ട്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസാണ്. അതായത് എല്ലാ തരത്തിലുള്ള കോൺട്രാക്ട്സുകൾക്കും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസ് അഥവാ ബേസിക് ലോസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു കോൺട്രാക്റ്റ് ആകണമെങ്കിൽ ഓഫർ വേണം, അക്സെപ്റ്റൻസ് വേണം, അതുപോലെ കോമ്പൻസേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറേ ലോസ്, ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചില കോൺട്രാക്ട്സുകളിൽ അവയ്ക്ക് മാത്രമായി ചില ലോസ് അഥവാ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ചില കോൺട്രാക്ട്സുകൾക്ക് അഥവാ മറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാ കോൺട്രാക്ട്സുകൾക്കും ഉണ്ടായിരിക്കും. എന്നാൽ ചില കോൺട്രാക്ട്സുകൾക്ക് സ്പെഷ്യൽ ലോസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. അത്തരം കോൺട്രാക്ട്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സുകളെ കുറിച്ച് പഠിച്ചു. അതിലൊന്ന് ബെയിൽമെൻറ്റ്, പിന്നൊന്ന് പ്ലെഡ്ജ് തുടങ്ങിയവയായിരുന്നു. ഇനി ഈ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മറ്റ് ചില തരത്തിലുള്ള സ്പെഷ്യൽ കോൺട്രാക്ട്സുകളെ കുറിച്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരൻറ്റി. ഈ രണ്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇൻഡെംനിറ്റി എന്താണെന്ന് നോക്കാം. ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. ഇറ്റ് സിംപ്ലി മീൻസ് ടു മേക്ക് ഗുഡ്സ് എനി ലോസ്, ഡാമേജ് ഓർ ലയബിലിറ്റി ഇൻകേർഡ് ബൈ അനദർ. അതായത് ഒറ്റ വാക്കിൽ എന്താണ് ഇൻഡെംനിറ്റി എന്ന് ചോദിച്ചാൽ, ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലോസ് അല്ലെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ ലയബിലിറ്റി, മറ്റൊരാൾ മുഖാന്തിരം ഉണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലോസ് അഥവാ ഡാമേജ് അല്ലെങ്കിൽ ലയബിലിറ്റി, ഇവ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്റ്റ് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ഓഫ് എനി തേർഡ് പേഴ്സൺ. അതായത് ഇവിടെ ഇൻഡെംനിറ്റിയിൽ ഒരു വ്യക്തി അഥവാ ഒരു പാർട്ടി ഹീസ് പ്രോമിസസ് ടു സേവ് ദ അതർ, മറ്റൊരു വ്യക്തിയെ പ്രോമിസ് ചെയ്യുകയാണ്. എന്തിന്? ഒരു ലോസ് അഥവാ ഒരു ലയബിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെയുണ്ടാകുന്ന ലയബിലിറ്റിയാണ്? ആ പ്രോമിസർ മുഖാന്തിരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂന്നാമതൊരു വ്യക്തിയോ അഥവാ ഈ പ്രോമിസർ മുഖാന്തിരമോ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലോസ്, ലയബിലിറ്റി അഥവാ ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാമെന്നും അയാളെ അതിൽ നിന്നും സേവ് ചെയ്യാമെന്നും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പ്രോമിസ് കൊടുക്കുന്നതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നഷ്ടപരിഹാര കരാർ എന്നാണ്. അഥവാ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിച്ചു കൊള്ളാമെന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് പ്രോമിസ് ചെയ്യുന്നതാണ്. അത് ഏത് തരത്തിലുള്ള കോമ്പൻസേഷൻ അഥവാ ഏത് തരത്തിലുള്ള ലോസ് ആണെന്ന് പറഞ്ഞാലും അത് കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാമെന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെംനിറ്റിയിൽ രണ്ട് വ്യക്തികളാണ് ഉണ്ടാവുക. ഒന്ന് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നയാൾ, മറ്റൊന്ന് ആ പ്രോമിസ് സ്വീകരിക്കുന്നയാൾ അഥവാ നഷ്ടമുണ്ടാകുന്ന വ്യക്തി. അപ്പോൾ ആരാണോ പ്രോമിസ് ചെയ്തു കൊടുക്കുന്നത് അയാളെ നമുക്ക് ഇൻഡെംനിഫയർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത് അഥവാ നഷ്ടമുണ്ടാകുന്നയാൾ ആരാണോ അയാളെ ഇൻഡെംനിറ്റി ഹോൾഡർ എന്നോ ഇൻഡെംനിഫൈഡ് എന്നോ വിളിക്കുന്നു. അപ്പോൾ ഇതിലുള്ള രണ്ട് വ്യക്തികൾ, രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഡെംനിഫയറും ഒന്ന് ഇൻഡെംനിഫൈഡുമായിരിക്കും. ഒരു ഉദാഹരണത്തോടു കൂടി നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം ഒരു എക്സാമ്പിൾ സഹിതം. അതായത് ഇൻഡെംനിറ്റി വരുന്നത് സെക്ഷൻ 124 അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇൻഡെംനിറ്റി വരുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 124 സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സെക്ഷൻ പഠിക്കുക. ഇൻഡെംനിറ്റി ഈസ് അണ്ടർ സെക്ഷൻ
124 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. സോ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മിസ്റ്റർ എ promises to മിസ്റ്റർ ബി ഓർ എ ബിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ എ ബിക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്, ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം എ മുഖാന്തിരം ഉണ്ടാകുകയാണെങ്കിൽ, അതായത് എ കാരണം ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ബിക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അഥവാ മറ്റേതെങ്കിലും വ്യക്തി, മൂന്നാമതൊരു വ്യക്തി, ഇപ്പോൾ സി മൂലം മൂന്നാമത്തെ ആൾ, അതായത് മൂന്നാമതൊരു പാർട്ടി മൂലമോ അഥവാ എ തന്നെ, എ സ്വയം മൂലമോ ഒരു ലോസ്, ഒരു നഷ്ടം ബിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം പരിഹരിച്ചു കൊള്ളാമെന്ന് എ ബിക്ക് പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ എ പ്രോമിസറാണ്. ഒന്നുകിൽ ഈ എ മൂലമോ അല്ലെങ്കിൽ മറ്റ് മൂന്നാമതൊരു വ്യക്തി മൂലമോ ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാകുകയാണെങ്കിൽ, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം പരിഹരിച്ചു കൊള്ളാമെന്ന് എ ബിക്ക് വാക്ക് കൊടുക്കുന്നു. സോ ഹിയർ ഇസ് ഓൺലി 2 പാർട്ടീസ്. അപ്പോൾ ആ മൂന്നാമത്തെ പാർട്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എ ബിക്ക് പ്രോമിസ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ബിക്ക് പ്രോമിസ് ചെയ്യുകയാണ്, ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം എ മുഖാന്തരമോ അഥവാ മൂന്നാമതൊരാൾ മുഖാന്തരമോ ബിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ബിക്ക് ആ ഒരു ലോസ് കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാമെന്ന് എ പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എ ഈസ് ദ ഇൻഡെംനിഫയർ ആൻഡ് ബി ഈസ് ദ ഇൻഡെംനിഫൈഡ് ഓർ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നു. അപ്പോൾ എ നമുക്കിവിടെ ഇൻഡെംനിഫയർ എന്ന് വിളിക്കാം. A is the indemnifier and B is the indemnified. അപ്പോൾ ഈ രണ്ട് വ്യക്തികളാണ് ഇൻഡെംനിറ്റിയിൽ ഉണ്ടാവുക. ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്നോ ഇൻഡെംനിഫൈഡ് എന്നോ വിളിക്കും. ഇൻഡെംനിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇൻഷുറൻസ് കമ്പനി, അഥവാ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി, LICയോ ഏതുമായിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് കമ്പനി ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനി ആയാലും ആ ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻഡെംനിഫയറാണ്. കാരണം ഈ ഇൻഷുറൻസ് കമ്പനി അയാളുടെ പോളിസി ഹോൾഡേഴ്സിന് ഒരു പ്രോമിസ് നൽകുകയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോമിസ്, അതായത് നിങ്ങൾ ഏതിനാണോ ഈ പോളിസി എടുക്കുന്നത്, അപ്പം ഏത് തരത്തിലുള്ള ആ ഒരു റിസ്ക് കവർ ചെയ്ത് കൊടുക്കാമെന്ന് ഇൻഷുറൻസ് കമ്പനി ആ ഒരു പോളിസി ഉടമയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡെംനിറ്റിയാണ് നടക്കുന്നത്, ഇൻഡെംനിറ്റി കോൺട്രാക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് കമ്പനി ഇൻഡെംനിഫയറും ഒരു പോളിസി ഹോൾഡർ ആരാണോ അയാൾ ഇൻഡെംനിഫൈഡുമാണ്. അപ്പോൾ ഇത് തന്നെ ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തി അയാളുടെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഒരു ബോണ്ട് തയ്യാറാക്കുകയാണ്, അതായത് ഒരു ഇൻഡെംനിറ്റി ബോണ്ട് തയ്യാറാക്കുകയാണ്. അയാൾ മുഖാന്തരം കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അത് അയാൾ കോമ്പൻസേറ്റ് ചെയ്തു കൊടുക്കാമെന്ന് ഒരു പ്രോമിസ് നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡെംനിറ്റി ബോണ്ടുകളും ഇൻഡെംനിറ്റിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇത് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഡെംനിറ്റിയാണ്. 2 തരത്തിലുള്ള ഇൻഡെംനിറ്റിയാണുള്ളത്. ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. 2 തരത്തിലുള്ള ഇൻഡെംനിറ്റിയാണ്, എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ്. പേര് പോലെ തന്നെ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ്, അതായത് പുറത്ത് പറയുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റ്, അതായത് എഴുതി ഉണ്ടാക്കിയതോ അഥവാ പറഞ്ഞതോ ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഇത് നിശബ്ദമായതാണ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ അതിലൊരു ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അവിടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു പ്രോമിസ് ചെയ്യേണ്ടത്
ആ ഒരു പ്രോമിസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ കൂടി ആ ഒരു കോൺട്രാക്റ്റിൽ അത് അനിവാര്യമായിരിക്കും. അത്തരം കോൺട്രാക്റ്റുകളാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളോടുകൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളത്. എന്താണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി നോക്കാം. ഇവിടെ എ പ്രോമിസസ് ടു ബി, എ ബിക്ക് പ്രോമിസ് നൽകുകയാണ് സിയുമായി ബിക്കുള്ള ഒരു കോൺട്രാക്റ്റിൽ, അതായത് ഒരു 50,000 രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ബിയും സിയും തമ്മിലുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ബിക്കുണ്ടായാൽ, ബി സിയുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, സിയുമായുള്ള ഒരു കോൺട്രാക്റ്റിൽ ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഈ ഒരു 50,000 രൂപയിൽ നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ 50,000 രൂപ താൻ കൊടുത്തുകൊള്ളാമെന്ന് എ ബിക്ക് പ്രോമിസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. അതായത് ഇവിടെ ബിക്ക് എ പ്രോമിസ് ചെയ്യുകയാണ്, അഥവാ ഒരു ഇൻഡെംനിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അവിടെ ഉണ്ടാകുകയാണ്, ഒരു എഗ്രിമെൻറ്റിൽ അവിടെ ഏർപ്പെടുകയാണ്. ബിയും സിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിൽ ബിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാകുകയാണെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്തു കൊള്ളാമെന്ന് എ ബിക്ക് വാക്ക് നൽകുന്നു. അതാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകുകയാണ്. എ ബിക്ക് അത് വാക്ക് കൊടുക്കുകയാണ്. അത് ഓറലായോ അഥവാ റിട്ടണായോ കൊടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അത് ഒന്നുകിൽ ഓറലായിരിക്കാം അല്ല റിട്ടൺ ആയിരിക്കാം. ആ രണ്ട് തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് അത് നിയമപരമായിട്ടുണ്ടാകാവുന്ന ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ്. അഥവാ ഇത്തരം കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന, അതായത് നിയമപരമായിട്ട് അതങ്ങനെയാണ് വേണ്ടത്. അതാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായാൽ, ഒരാൾക്കൊരു നഷ്ടമുണ്ടായാൽ മറ്റേയാൾ അത് നികത്തണം എന്ന് പറയുന്നത് നിയമമാണ്. അത് നിയമപരമായി അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് പ്രത്യേകിച്ച് എഴുതി വയ്ക്കുകയോ പറയുകയോ ചെയ്യണമെന്നില്ല. അത് നിയമപരമായിട്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയെ നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് വിളിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ്. എ ഒരു ഗുഡ്സിൻ്റെ ഡീലറാണ്, ഒരു ഏജൻ്റാണ്. ബി അതിൻ്റെ പ്രിൻസിപ്പൽ, അതായത് ആ ഗുഡ്സ് വാങ്ങിക്കുന്ന ആളുമാണ്. അപ്പോൾ എ ബിക്ക് കുറച്ച് ഗുഡ്സ്, അയാളുടെ ബിസിനസ്സിന് ആവശ്യമായ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്നൊരു കോൺട്രാക്റ്റാണ്. എ ബിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ബി എന്ത് ചെയ്യുന്നു, അത് ഡിനേ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് അയാൾ ആ ഒരു കോൺട്രാക്റ്റ് ആ സമയത്ത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതുമൂലം എക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവുകയും എ അത് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ എക്ക് ചില നഷ്ടമുണ്ടായി. ബി അത് തിരസ്കരിച്ചതുകൊണ്ടാണ് എക്ക് ആ നഷ്ടമുണ്ടായത്. അങ്ങനെ വരുന്ന കേസിൽ ബി നിയമപരമായി എക്ക് ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യേണ്ടതാണ്. അത് നിയമപരമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡെംനിറ്റിയാണ്. ബി എക്കുണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കേണ്ടത് നിയമപരമായിട്ടാണ്. അഥവാ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ബി എയുടെ ആ ഒരു നഷ്ടം നികത്തി കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഇൻഡെംനിഫയർ, ബി എന്ന് പറയുന്ന ഇവിടെ നഷ്ടമുണ്ടാകുന്നയാൾ എ ആണ്, ബി ആണ് നഷ്ടം പരിഹരിച്ചു കൊടുക്കുന്നത്. സോ ഹിയർ ഇൻ ദിസ് കേസ് ബി ഈസ് ദ ഇൻഡെംനിഫയർ ആൻഡ് എ ഈസ് ദ ഇൻഡെംനിഫൈഡ്. അപ്പോൾ ഇതിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് നിയമപരമായിട്ടുണ്ടാകാവുന്ന കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ്. അത് പ്രത്യേകിച്ച് പറയുകയോ എഴുതുകയോ ചെയ്യണമെന്നില്ല. നിയമപരമായിട്ട് ആ കോൺട്രാക്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇത്തരം കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആ വാക്ക് നമുക്കറിയാം, ഉറപ്പ് എന്നാണ്. ഗ്യാരണ്ടി എന്ന് പറയുന്നത്
ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 126 വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സെക്ഷൻ 126 ആണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 126 ആണ് ഗ്യാരണ്ടി വരുന്നത്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതൊരു ഉറപ്പാണ്. ഇറ്റ്സ് എ ഷുവർട്ടി, ഒരു ഉറപ്പ് നൽകുകയാണ്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ലോസ്, ഒരു ലയബിലിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അയാൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് അയാൾക്കൊരു ഉറപ്പ് നൽകുന്നതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻഡംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിൽ കുറേ സാമ്യം തോന്നുമെങ്കിലും ഗ്യാരണ്ടി കുറച്ചുകൂടി വൈഡാണ്. അതായത് ഒരു ഈട് നിൽപ്പാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ഈട് നിൽക്കുകയാണ്. അതേസമയം ഇൻഡംനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പൻസേഷൻ നൽകുന്നതിനെയാണ്. അത് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് ഇൻഡംനിറ്റി വരുന്നത്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അവിടെ റീഇംബേഴ്സ് അല്ല, മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ ഒരു ഉറപ്പ് നൽകുകയാണ്. മറ്റൊരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഡീഫോൾട്ട്, അയാളുടെ കേസിൽ ഏതെങ്കിലും ഡീഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ താൻ അത് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് ഒരു ഗ്യാരണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉറപ്പ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈട് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ്. അപ്പോൾ അതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മറ്റൊരാൾക്കൊരു ഡീഫോൾട്ട് ഉണ്ടാകുമ്പോൾ അതിനെ ആശ്രയിച്ചാണ് ഗ്യാരണ്ടി ഉണ്ടാകുന്നത്. അതായത് അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിൽ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ്, മൂന്നാമതൊരാൾക്ക് വേണ്ടിയാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഇൻഡംനിറ്റിയിൽ അങ്ങനെയല്ല. രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഒരു ഇൻഡംനിറ്റി ഉണ്ടാകുന്നത്. അതായത് ഒരു കോമ്പൻസേഷൻ, ഒരു പ്രോമിസ് നൽകുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ്. ഇവിടെ ഗ്യാരണ്ടി നിൽക്കുന്നത് മൂന്നാമതൊരാൾക്ക് വേണ്ടിയാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 3 വ്യക്തികളുണ്ടെന്ന് മനസ്സിലായിരിക്കും. 3 പാർട്ടീസാണ് ഗ്യാരണ്ടിയിലുള്ളത്. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സെക്ഷൻ 126 ആണ്, അത് ഓർക്കുക. അപ്പോൾ അതൊരു ഈട് നിൽക്കലാണ്, അഥവാ ഒരു ഉറപ്പ് നൽകലാണ്. മൂന്നാമതൊരാൾക്കൊരു ഡീഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ടി ഗ്യാരണ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ സഹിതം ഒന്ന് നോക്കാം.